KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ തടഞ്ഞുവെക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ആശ്രിത നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തടഞ്ഞുവെച്ച് ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുമുന്നണി സർക്കാരിന് ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണ, സംസ്ഥാന സെക്രട്ടറി PP ഹരിലാൽ, ജില്ലാ സെക്രട്ടറി TV ഷാജി, ട്രഷറർ രജീഷ് കാളിയത്താൻ, MV സുനിൽകുമാർ, EK ജയപ്രസാദ്, KK അനീശൻ, K ദീപ, CV ജലീൽ, ദിനേശൻ പാച്ചോൾ, ദീപക് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും കൃത്യമായ നീതി കിട്ടുന്ന രീതിയിലായിരിക്കണം. അത് അധ്യാപക സമൂഹത്തായാലും മറ്റ് ജീവനക്കാരുടെ കാര്യത്തിലുമായാലും എല്ലാം ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് കാര്യത്തിലാണ്. പ്രിയമുള്ളവരെ, ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ഒരു ഓർഡർ മേടിച്ചു കൊണ്ടുവന്നാൽ അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സംഘടന പോയി അടുത്ത സമുദായം പോയി ഓർഡർ മേടിച്ചുകൊണ്ട്, അങ്ങനെ സമുദായങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓർഡറുകൾ മേടിച്ചുകൊണ്ട് ആ നിയമനം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഒരു ഗവൺമെൻറ് എന്താണ്, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ എന്താണ് തീരുമാനമെടുക്കുക? അത് ആരെങ്കിലും കോടതിയിൽ പോയാൽ കോടതിയിലൊരു നിയമം അത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മതി. കോടതിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമായി വരുന്ന വിധികളായിരിക്കണം. അല്ലാതെ ഇന്ന സമുദായത്തിന് അല്ലെങ്കിൽ ഇന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്നവർ നടത്തുന്ന സ്ഥാപനത്തിന് എന്നുള്ള ഒരു വിധി ഒരു കോടതിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ കോടതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്, പ്രിയപ്പെട്ടവരെ, അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ അന്തിമമായ ഒരു വിധിയാണ്. അതാണ് അവിടെ നടപ്പിലാക്കപ്പെടേണ്ടതായിട്ടുള്ള വിധി. പക്ഷേ എല്ലാവരും കോടതിയിൽ പോയിക്കോട്ടെ, കോടതിയിൽ പോയി അതിന് അംഗീകാരം നേടിക്കോട്ടെ എന്നാണോ ഒരു ഗവൺമെൻറ് തീരുമാനമെടുക്കേണ്ടത്? ഗവൺമെൻറ് എടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെതായ കൃത്യമായ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതെല്ലാവർക്കും ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലാണ് ആ നിയമം നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. ready. എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.